നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മീൻമുട്ടിയിലത്തെ വെള്ളച്ചാട്ടമാണ്. അപ്പം നമ്മൾ ചെല്ലണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കയറാനും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഞാൻ കണ്ടു. ഇങ്ങനെ ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ മേലെ കയറി എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് കയറി വരുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം വെച്ചാൽ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ കയറൊക്കെ പിടിച്ച് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വേണം ഇതിൻ്റെ മേലെ കയറി വരാൻ. അപ്പോൾ ഈ ഫാമിലി ആയിട്ട് ഇങ്ങനെ വയ്യാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് താഴെ നിന്ന് അത്യാവശ്യം കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവായിരിക്കും നല്ലത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അവിടുന്ന് നമ്മൾ വേറെ വഴിയാണ് നമ്മൾ അവിടെ താഴത്തേക്ക് വരിക. എന്തായാലും നിങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇവിടെ വരാൻ. അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കയറി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അത്രയും ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ മാത്രമേ, വല്ല സർജറി കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ മേലെ ടോപ്പിലേക്ക് കയറി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും അപ്പോൾ നമുക്ക് വയനാട്ടിലെ ഈ കാഴ്ചകളൊക്കെ കണ്ടുവരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ നമ്മൾ അവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് അവിടെ കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് നമ്മൾ നടന്നു വന്നതിന് ശേഷം നമുക്ക് നല്ല സേഫ്റ്റിയിൽ തന്നെ ഇവരെല്ലാ ഭാഗങ്ങളും നല്ല പൈപ്പൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നടക്കാനും അതിനുള്ളതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് തന്നെയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ വല്ല സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സാധാരണ ഈ സമയത്ത് കാരണം ഞാൻ വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ വന്ന് കുളിക്കാനും ഇതിനൊക്കെ സൗകര്യം അവരവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങനെ കയറി പോകാൻ ഓരോ കയറൊക്കെ ഇട്ട് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് പിടിച്ചു പോകാം. പിന്നെ കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ എടുത്തിട്ടും ഒക്കെ അതിൻ്റെ മേലേക്ക് ടോപ്പിലേക്ക് കയറി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അതുപോലെ വള്ളിച്ചെരുപ്പോ അല്ല ഇതുപോലൊക്കെ ഇട്ട് കയറുമ്പോൾ നമുക്ക് തെന്നി വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ അത്തരം ചില സ്ഥലങ്ങളിൽ നല്ല വഴുക്കൽ, ചെറിയ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങളിൽ നല്ല വഴുക്കലുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെള്ളം ഒഴുകി പോകണ കാണുമ്പോൾ നമുക്ക് അത്ര വഴുക്കൽ ഫീൽ ചെയ്യില്ല. പക്ഷെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിപ്പായി നമ്മൾ വീഴും, തലയടിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാം. അല്ലാണ്ട് അത്രയും വലിയ വെള്ളം ഒഴുക്കായിട്ടുള്ള ഭാഗങ്ങൾ ഈ സമയത്തില്ല. ഒഴുക്കുള്ള സമയങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോയ സമയത്ത് വെള്ളം കുറച്ച് കുറവായിരുന്നു. പിന്നെ ഇതിൻ്റെ മേലേക്ക് കയറി പോകലാണ് ഏറ്റവും നമുക്ക് ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമുക്ക് അവരെ എടുത്തിട്ടും ഒക്കെ പോകണമെങ്കിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്തായാലും അതിൻ്റെ മേലെ കയറി ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി തന്നെയാണ്, നല്ല രസകരമായിട്ട് അവിടെ ഇതൊക്കെ ആക്കാനും. പിന്നെ കയറൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ പിടിച്ച് കയറുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമുക്ക് കയറി പോരാൻ പറ്റും. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സേഫ്റ്റി ആയിട്ട് നമ്മൾ കയറി ചെല്ലണം. കാരണം വെച്ച് കഴിഞ്ഞാൽ തെന്നി വീഴുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞങ്ങൾ പോയ സമയത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ വെള്ളം ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇത്തരത്തിൽ അവിടെ വെള്ളത്തിൻ്റെ മുകളിലൊന്നും അവിടെ പോയിട്ട് നിൽക്കാനോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നല്ല സ്ലിപ്പിങ് ആവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ കാണുന്ന ഗുഹയിൽ കയറി ഇരിക്കാം നമുക്ക്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വല്ല വള്ളിജാതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉത്തരവാദിത്വം അവർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടാണ് അതിൻ്റെ ഒരു 2 പാറയുടെ ഗ്യാപ്പിൽ നിന്നാണ് ഈ ചെറിയ വെള്ളം ഇങ്ങനെ വരുന്നത്. അതിൻ്റെ മേലെ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ മേലേക്ക് പോകാനുള്ള അവസ്ഥകളൊന്നുമില്ല. ഇവിടുന്ന് നമ്മൾ ആ ചെറിയൊരു ഈ ഇടവഴി നമ്മൾ പുറത്തേക്ക് വേറെ ഒരു വഴിയിലേക്ക് വന്ന് ചാടുകയാണ്. കാരണം വെച്ചാൽ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടിയൊക്കെ ഉണ്ടാവും. ഒരുപാട് ഇങ്ങനെ കാട്ടിൽ കൂടെ ഒക്കെ ഒരു നടന്നു പോകുന്ന ഒരു ഭാഗമാണ്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വഴിയാണ് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. താഴത്ത് ഇറങ്ങി നമ്മൾ വല്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. നമ്മൾ ഈ വഴി തന്നെ പോയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അല്ലാതെ അവരെ അടുത്തേക്ക് തന്നെ നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും സാധ്യമല്ല. അവർ നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കില്ല. അവിടെ വെച്ചാൽ ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ കയറാൻ ഉദ്ദേശിച്ച് വന്ന ആൾക്കാർ ഇതിൽ കൂടെ തന്നെ പോവുക. അല്ലാത്ത ആൾക്കാർക്ക് അവിടുന്ന് തിരിച്ച് പോകാനും കുഴപ്പമില്ല, അവിടുന്ന് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും.
അപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ അവിടുന്ന് നമുക്ക് സാധാരണ നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകണോണ്ടോ ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആകെ നമ്മൾ പോണ വഴിക്ക് നല്ല അത്യാവശ്യം കാട് പോലെയുള്ള നല്ല തിക്നെസ് ആയിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അവിടുന്ന് ഈ വഴി കുറച്ച് അങ്ങനെ നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഒക്കെ നിന്നിട്ട് നമുക്ക് താഴ്വാരൊക്കെ ഒന്ന് കാണാൻ പറ്റും. അതൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഈ എന്താ പറയുക നല്ല മരങ്ങളും ഇതൊക്കെ വന്നാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ അവിടെ ചെന്ന് നിന്നപ്പോൾ നമുക്ക് നല്ലൊരു രസകരമായി തോന്നിയെന്ന് വെച്ചാൽ നല്ല അടിപൊളി കാറ്റാണ്, നല്ല ഫീൽ എന്ന് വെച്ചാൽ നല്ല ടോപ്പിലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇതിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈ ചെടിയും ഇതൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു നഴ്സറി അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നഴ്സറിയിൽ നിന്ന് നമുക്ക് ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വളരെ ചീപ്പായിട്ട് തന്നെയാണ് അവിടെ റേറ്റ് കണ്ടത്. നമ്മൾ അവരോട് സാധനങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വളരെ വില കുറവായിട്ട് തന്നെ നമുക്ക് അവിടെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടുന്ന് നമുക്ക് ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം. വീട്ടിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ചെടികൾ അവിടുന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. നമുക്ക് എപ്പോഴും മീൻമുട്ടിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടയേർഡാവാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ആരോഗ്യമുള്ള ആൾക്കാർ പോലും അവിടെ ചെന്നിട്ട് അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ പറയുന്നത് കണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വരുന്ന ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല റബ്ബർ എസ്റ്റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വയനാട് ചുരം ഇറങ്ങുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു പാർക്കുണ്ട്. ഞാൻ അവിടുത്തെ ചില വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ പറഞ്ഞാൽ ഈ പാർക്കിൻ്റെ ചുറ്റുഭാഗങ്ങളും നമുക്ക് നടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിൽ നമ്മൾ കയറി പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രമേ ചെയ്തുള്ളൂ. അതിന് പറയാൻ മാത്രമുള്ളതൊന്നുമില്ല. ഫാമിലിക്കൊക്കെ വന്ന് ഒരു കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതും പിന്നെ ബോട്ടിങ്ങും ഇതൊക്കെ തന്നെ ഇവിടെ പ്രത്യേകത ഉള്ളൂ. പിന്നെ ഈ വെള്ളത്തിൻ്റെ ചുറ്റുഭാഗം നമുക്ക് നടന്ന് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എനിക്ക് അവിടെ തോന്നിയത്. ഫാമിലിയൊക്കെ ആയിട്ട് നടന്നിട്ട് അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. ഇത് ഈ വെള്ളത്തിൻ്റെ ചുറ്റുഭാഗം നടക്കണം. അപ്പോൾ ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ പോവാം. അപ്പോൾ എന്തായാലും നമ്മളെ അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. എന്തായാലും ഈ ഭാഗത്ത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. വയനാട് ചുരം ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വയനാട് ചുരങ്ങത്ത് ഇറങ്ങുന്ന സമയത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഈ ചുരത്തിൻ്റെ മേലെ നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. എന്ത് രസകരമായിട്ടാണെന്ന് അറിയാം. നല്ല രസകരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഒരു പള്ളി കാണാം. ആ പള്ളിയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പള്ളി എത്ര അകലെയെന്ന് അറിയും. പക്ഷെ നമുക്ക് അകലെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു താജ്മഹലിൻ്റെ ഒരു ഫീല് തോന്നിയ ഒരു പള്ളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.